സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ കഴിവിനനുസരിച്ച് പാലിക്കണേ എന്ന് ആദ്യ അവസരത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സംവിധാനിച്ച് സൂര്യചന്ദ്രാദികളെ നിശ്ചയിച്ച അന്നു മുതൽ മാസങ്ങൾ 12 നിശ്ചയിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറുമുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു, അള്ളാഹുവിൻ്റെ അരികിൽ മാസങ്ങളുടെ എണ്ണം അത് 12 ആകുന്നു. ഫി കിതാബില്ല, അള്ളാഹുവിൻ്റെ കിതാബിൽ. അത് ആകാശഭൂമികളെ പടച്ച അന്ന് മുതൽ അങ്ങനെയാകുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. അള്ളാഹു 12 മാസങ്ങളായി നിശ്ചയിച്ചപ്പോൾ തന്നെയും അതിനുള്ള പേരുകളും അള്ളാഹു നൽകിയിട്ടുണ്ട്. മുഹറം, സഫർ, റബീഉൽ അവ്വൽ എന്നൊക്കെ നാം പറയുന്ന അറബി മാസങ്ങൾ, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് മുതലേ ആ മാസങ്ങളുടെ പേരായി നിശ്ചയിച്ചതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പേ ഒന്നാമത്തെ മാസമായി അറബികൾ തങ്ങളുടെ കണക്കിൽ നിശ്ചയിച്ചിരുന്നതായിരുന്നു മുഹറം മാസം എന്നുള്ളത്. ഈ 12 മാസങ്ങളിൽ ഒന്നാമത്തെ മാസമായി ഏതാണ് എണ്ണേണ്ടത്? അത് അള്ളാഹുവോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടില്ല. 12 മാസങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ആ മാസങ്ങളുടെ പേരുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല അവസരങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. മുഹറം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത് ഹദീസിൽ കാണാം. സഫർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ മാസങ്ങളുടെ പേര് അവിടെന്നോ സഹാബത്തോ ഉപയോഗിച്ചത് നമുക്ക് കാണാം. പക്ഷേ അതിൽ ഒന്നാമത്തെ മാസം ഇന്നതാകുന്നു എന്ന പ്രത്യേക നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അള്ളാഹുവോ നൽകിയിട്ടില്ല. അത് ജനങ്ങൾ അവരുടെ സൗകര്യം മാനിച്ചുകൊണ്ട് ഒരു മാസം കൂട്ടത്തിൽ ഒന്നായി എണ്ണി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പേ അറബികൾ എണ്ണിത്തുടങ്ങിയത് ഒന്നാമത്തെ മാസമായി മുഹറം മാസമാണ്. ആ മുഹറം മാസം അവർ ഒന്നായി എണ്ണി. അതാണ് ഒന്ന് എങ്കിൽ ബാക്കി ഏതാണ് എന്നതിൽ അത് സ്വന്തം തീരുമാനിച്ചതല്ല, അത് അള്ളാഹു തീരുമാനിച്ച കണക്കാണ്. മുഹറം കഴിഞ്ഞാൽ സഫറാകണം എന്നത് അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ദുൽഹിജ്ജ കഴിഞ്ഞാൽ വീണ്ടും മുഹറമാണ് എന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. പക്ഷേ അതിൽ ഒന്നാമത്തത് മുഹറമാണ്, 2 സഫറാണ് എന്നത് മനുഷ്യന്മാരുടെ തീരുമാനത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുകൊടുത്തിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പവിത്രമായ മാസങ്ങൾ 4 സംബന്ധിച്ച് എണ്ണിയപ്പോൾ അവിടുന്ന് ആദ്യം എണ്ണിയത് ദുൽഖഅദയെയാണ്. ദുൽഖഅദ വ ദുൽഹിജ്ജ വ മുഹറം, പിന്നീട് റജബ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്. ആദ്യം എണ്ണിയത് അപ്പോൾ ദുൽഖഅദയാണ്. അതുകൊണ്ട് ആരും ഒന്നാമത്തെ മാസം ദുൽഖഅദയാണ് എന്ന് പറയാറില്ല. അതുകൊണ്ട് ഇസ്ലാമിക ലോകത്ത് നാം ഒന്നാമത്തെ മാസമായി മുഹറത്തെ എണ്ണുന്നത് അത് അള്ളാഹുവിൻ്റെ പ്രത്യേക കൽപ്പന പ്രകാരമാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശിച്ചതാണോ? അതുമല്ല. മറിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഹിജ്റ കലണ്ടറിൻ്റെ ചർച്ച നടന്നപ്പോൾ അറബികളിലേക്ക് യോജിച്ചുകൊണ്ട് അറബികളെല്ലാം കണക്കിൽ എണ്ണുന്നത് ഒന്നാമത്തെ മാസമായി മുഹറമാണ്, അതുകൊണ്ട് നമുക്കും അത് ഒന്നാമത്തെ മാസമായി എണ്ണാം, അതിന് പല കാരണങ്ങളുമുണ്ട് എന്ന അടിസ്ഥാനത്തിൽ അവർ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇസ്ലാമികമായി അത് വീണ്ടും തീരുമാനിക്കുകയായിരുന്നു. അത് തീരുമാനിക്കുന്നതിന് മുമ്പും ഒന്നാമത്തെ മാസമായി അവർ എണ്ണിയിരുന്നത് മുഹറം മാസത്തെയാണ്. ഈ മുഹറം എന്ന് ഈ മാസത്തിന് പേര് നൽകിയത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. മുഹറമുൻ എന്ന് റാഇന് ശദ്ദ് നൽകിക്കൊണ്ടാണ് പ്രയോഗിക്കേണ്ടത്, മുഹറം എന്നല്ല. മുഹറം എന്ന് പറഞ്ഞാൽ റാഇന് ശദ്ദ് നൽകിക്കൊണ്ടാണ് അതിൻ്റെ പ്രയോഗം. മുഹറമുൻ, ഹറമ യുഹരിമു
എന്ന ഫിഇലിൽ നിന്ന്, എന്ന കർമ്മത്തിൽ നിന്ന് വന്നിട്ടുള്ള പ്രയോഗമാണ് മുഹറമുൻ എന്നുള്ളത്. ആ മുഹറം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിഷിദ്ധമാക്കപ്പെട്ടു എന്നൊരർത്ഥമുണ്ട്. മുഹറമുൻ എന്നതിന് നിഷിദ്ധമാക്കപ്പെട്ടു, നിഷിദ്ധമാക്കപ്പെട്ടത് എന്നൊരർത്ഥമുണ്ട്. പവിത്രമാക്കപ്പെട്ടത് എന്നൊരർത്ഥവുമുണ്ട്. അത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഒരു കാര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയാൽ അതിനോടനുബന്ധിച്ചുള്ള ഒരു പവിത്രത കാരണമാണ് അല്ലാഹു അതിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ടാവുക. ആ കാര്യത്തെ നിഷിദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അതിനോടനുബന്ധിച്ചുള്ള മറ്റുള്ളവ നിഷിദ്ധമാക്കിയെന്നോ, അതല്ലെങ്കിൽ അത് മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നിഷിദ്ധമാക്കിയെന്നോ രണ്ടാലൊരർത്ഥമാണ് ഉണ്ടാവുക. ഞാൻ പറയുന്നത് ഞാൻ വിശദീകരിക്കാം. എന്തിനാണ് മുഹറം എന്ന് പേര് വന്നത് എന്നാണ്. മുഹറം എന്ന് പറഞ്ഞാൽ നിഷിദ്ധമാക്കപ്പെട്ടു എന്നൊരർത്ഥമുണ്ട്, പവിത്രമാക്കപ്പെട്ടു എന്നും അർത്ഥമുണ്ട്. ഈ രണ്ടർത്ഥവും പരസ്പര പൂരകങ്ങളാണ്. ഒരു കാര്യം നിഷിദ്ധമാക്കപ്പെടുന്നത് മറ്റൊരു കാര്യത്തിൻ്റെ പവിത്രത കൊണ്ടാവും. ഇവിടെ മുഹറം എന്ന മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മുഹറം നിഷിദ്ധമാക്കപ്പെട്ടത് എന്നോ പവിത്രമാക്കപ്പെട്ടത് എന്നോ ഒരു പേര് നിശ്ചയിച്ചു. രണ്ടാലൊരർത്ഥം നമുക്ക് പറയാം. അതിന് നമ്മൾ പവിത്രമാക്കപ്പെട്ടത് എന്ന് അർത്ഥം പറഞ്ഞാൽ, ആദരിക്കപ്പെട്ടത് എന്നൊരർത്ഥം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസത്തെ പവിത്രമാക്കിയിരിക്കുന്നു, ആ മാസത്തെ അല്ലാഹു ആദരിച്ചിരിക്കുന്നു. ആയതിനാൽ ആ മാസത്തിൽ നിങ്ങൾ പാപം ചെയ്യുന്നത് നിഷിദ്ധമായിരിക്കുന്നു. കണ്ടോ, ഒരു കാര്യം പവിത്രമാവുന്നത് മറ്റൊരു കാര്യം നിഷിദ്ധമായത് കൊണ്ടാണ്. അതുകൊണ്ട് പരസ്പര പൂരകങ്ങളാണെന്ന് പറഞ്ഞത്. ഇനി നമ്മൾ നിഷിദ്ധമാക്കപ്പെട്ടു എന്നൊരർത്ഥം മുഹറത്തിന് പറഞ്ഞാൽ, മുഹറം എന്നതിൻ്റെ അർത്ഥം എന്താണ്? നിഷിദ്ധമാക്കപ്പെട്ടത്. എന്താണ് അന്ന് നിഷിദ്ധമാക്കപ്പെട്ടത്? ആ മാസമാണോ? അല്ല, ആ മാസത്തിൽ പാപങ്ങൾ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ആ മാസത്തിൽ തിന്മ ചെയ്യുന്നതും യുദ്ധം ചെയ്യുന്നതും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം വരിക. എന്ത് കാരണത്താൽ? ആ മാസം പവിത്രമായത് കാരണത്താൽ. അപ്പോൾ തിരിച്ചും പറയാം. അപ്പോൾ രണ്ടർത്ഥവും പറയാം. രണ്ടർത്ഥം പറയുമ്പോഴും അതിൻ്റേതായ ഉദ്ദേശത്തോടു കൂടി അതിനെ മനസ്സിലാക്കണം എന്നർത്ഥം. അപ്പോൾ മുഹറം എന്ന് അല്ലാഹു ഈ മാസത്തിന് പേര് കൊടുത്തു. ഈ മാസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറമുൻ എന്ന് പേര് കൊടുത്തു. അതറിയിക്കുന്നത് ഈ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളെയെല്ലാം നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഈ മാസത്തിൻ്റെയും ഈ സമയത്തിൻ്റെയും പവിത്രത കാരണം. അതെന്താണ് ആ നിഷിദ്ധമാക്കിയ കാര്യം? എന്താണ് ആ പവിത്രമായ മാസത്തിൽ അല്ലാഹു വിലക്കിയിട്ടുള്ള കാര്യം? അത് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഈ മാസങ്ങളുടെ എണ്ണത്തെ സംബന്ധിക്കുന്ന ആയത്തിൽ പിന്നീട് അല്ലാഹു പറഞ്ഞത് ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, ആ മാസത്തിൽ നിങ്ങൾ സ്വന്തങ്ങളോട് അക്രമം ചെയ്യരുത്. മനുഷ്യർ പരസ്പരം അക്രമം ചെയ്യരുത്, ദുൽമ ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്താണ് ഈ ദുൽമിൻ്റെ ഉദ്ദേശം? ഈ പവിത്രമായ മാസങ്ങളിൽ നിങ്ങൾ അക്രമം ചെയ്യരുത്. ആ 12 എണ്ണത്തിൽ 4 എണ്ണം പവിത്രമാണ് എന്ന് പറഞ്ഞു. ആ പവിത്രമായ 4 മാസങ്ങളിൽ നിങ്ങൾ അക്രമിക്കരുത്, പരസ്പരം ദുൽമ ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. നിങ്ങൾ സ്വന്തത്തിനോട് അക്രമം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ഞാൻ എന്നോട് ചെയ്യുന്ന അക്രമം അതിൽപ്പെടും. ഞാൻ എന്നോട് ചെയ്യുന്ന അക്രമം എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ബാധിക്കാത്ത എൻ്റെ തിന്മയുടെ പട്ടികയിൽ ചേർക്കപ്പെടുന്ന പാപങ്ങൾ ഒരാൾ ചെയ്യലാണ് സ്വന്തത്തിനോട് അക്രമം ചെയ്യുക എന്നതിൻ്റെ ഒരർത്ഥം. അത് വേറൊരാളെ ബാധിക്കില്ല. ഞാൻ കള്ളു കുടിക്കുന്നത്, ഞാൻ ഹറാമ് കാണുന്നത്, അതെല്ലാം ഞാൻ എന്നോട് ചെയ്യുന്ന അക്രമമാണ്. അത് സ്വന്തത്തോട് അക്രമം ചെയ്യുക എന്ന പരിധിയിൽപ്പെടും. മറ്റൊന്ന്, ഇവിടെ സ്വന്തത്തോട് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെല്ലാം പരസ്പരം സ്വന്തങ്ങളാണ്. മനുഷ്യന്മാർ പരസ്പരം സ്വന്തങ്ങളാണ്. അതുകൊണ്ട് ഞാൻ മറ്റൊരാളോട് ചെയ്യുന്നതും സ്വന്തത്തോട് അക്രമം ചെയ്യുന്നതിൽപ്പെട്ടതാണ്. ഞാൻ ഒരാളെ ഉപദ്രവിക്കുക, ഒരാളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുക, ഒരാളെ ശാരീരികമായി ബുദ്ധിമുട്ടിക്കുക, ഒരാളെ പരിഹസിക്കുക, ഇതും ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും എന്ന വിലക്കിൽപ്പെടും. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ അള്ളാഹുവിനെ ഞങ്ങൾക്ക് നേരിട്ട് കാണണം എന്ന് പറഞ്ഞവർ, അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹിസ്സലാമിനെ വിലക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ എതിർത്തുകൊണ്ട് ഒരു വിഗ്രഹത്തിനെ ആരാധിക്കുന്ന അവസ്ഥ ബനൂ ഇസ്രായേലുകാർക്ക് സംഭവിച്ചപ്പോൾ അവർ ആ ചെയ്ത തിന്മക്ക് തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ഫഖ്തുലു അൻഫുസകും, നിങ്ങൾക്കുള്ള തൗബ എന്താണ്? നിങ്ങളെ കൊല്ലണം എന്നാണ് തൗബ. നിങ്ങളെ കൊല്ലണം എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം?
അതിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിച്ചു. അവർക്ക് അള്ളാഹു നിശ്ചയിച്ച അന്നത്തെ തൗബ എന്തായിരുന്നു? അന്ന് ശിർക്ക് ചെയ്തിരുന്ന ആളുകൾ, അവരെ അന്ന് ശിർക്ക് ചെയ്യാത്ത ആളുകൾ തലവെട്ടണം. അതിനെന്താ പറഞ്ഞത്? നിങ്ങളെ കൊല്ലണം എന്നാണ് അള്ളാഹ് പ്രയോഗിച്ചത്. അവിടെ കൊന്നത് ഞാൻ സ്വന്തമായി കൊന്നതാണോ? സ്വന്തം ആത്മഹത്യ ചെയ്യുക എന്നാണോ അള്ളാഹ് പറഞ്ഞത്? അല്ല, നിങ്ങളെ കൊല്ലണം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഒരു വിഭാഗം നിങ്ങളിൽപ്പെട്ട മറ്റൊരു വിഭാഗത്തെ കൊല്ലണം. ആരാണ് കൊല്ലേണ്ടത്? ശിർക്ക് ചെയ്യാത്തവർ. ആരെയാണ് കൊല്ലേണ്ടത്? ആ സമയത്ത് ശിർക്ക് ചെയ്തവരെ. അതാണ് നിങ്ങൾക്കുള്ള തൗബ എന്ന് പറഞ്ഞു. അതാണ് നിങ്ങൾക്കുള്ള തൗബ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി വഴി അവർക്ക് നിശ്ചയിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ എന്താ പറഞ്ഞത്? നിങ്ങളെ കൊല്ലുക എന്നാണ്. അതേ പ്രയോഗമാണ് അല്ലാഹ് പറയുന്നത്. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങളോട് അക്രമം ചെയ്യരുത്. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ സ്വയമേ പാപം ചെയ്യരുത്, ഞാൻ മറ്റൊരാളോട് ദുൽമ പ്രവർത്തിക്കരുത്. അത് രണ്ടും ഉണ്ടാവരുത് ഈ 4 മാസത്തിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു. എന്താണ് അപ്പോൾ ബാക്കി ഈ 4 അല്ലാത്ത മാസത്തിൽ പാപം ചെയ്യാമെന്നാണോ? ഈ 4 മാസത്തിൽ നിങ്ങൾ പാപം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതല്ലാത്ത 12 മാസത്തിലെ ബാക്കി 8 മാസത്തിൽ നിങ്ങൾക്ക് പാപം ചെയ്യാമെന്നാണോ? ഒരിക്കലുമല്ല. അങ്ങനെയൊരു വിഡ്ഢിത്തം അല്ലാഹ് തൻ്റെ മതമായി നിശ്ചയിക്കുകയില്ലല്ലോ. പിന്നെന്താ അതിൻ്റെ ഉദ്ദേശം? അതിൻ്റെ ഉദ്ദേശം ഈ 4 മാസങ്ങൾ മറ്റു മാസങ്ങളെക്കാളും ഗൗരവമാണ്. അപ്പോൾ മറ്റു മാസങ്ങളിലും പാപത്തിന് ഗൗരവമുണ്ട് എന്ന് കിട്ടി. മറ്റുള്ള 8 മാസങ്ങളിലും പാപം ചെയ്യുന്നത് അപകടമാണ്, അത് നിങ്ങളുടെ തിന്മയുടെ പട്ടികയിൽ ചേർക്കപ്പെടും എന്ന് ലഭിച്ചു. അത് ഈ 4 മാസത്തിലാണെങ്കിലോ അത് അതിനേക്കാൾ ഗൗരവമാണ്, അതിനേക്കാൾ അപകടകരമാണ്. അതിന് എത്രത്തോളം പണ്ഡിതന്മാർ വിശദീകരിച്ചുവെന്നോ ഈ ആയത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരിൽ ചിലർ അവർ ഇസ്ലാമിക ഭൗതിക ലോകത്തെ ശിക്ഷാവിധിയെ സംബന്ധിച്ച് സംസാരിച്ചു. ഭൗതിക ലോകത്തെ ശിക്ഷാവിധി എന്താ? ഭൗതിക ലോകത്തെ ശിക്ഷാവിധി, ഒരു മനുഷ്യൻ മോഷ്ടിച്ചാൽ അവൻ്റെ കൈ വെട്ടണം. അത് ഭൗതിക ലോകത്ത് അല്ലാഹു നിശ്ചയിച്ചതാണ്. ഒരാൾ വ്യഭിചരിച്ചാൽ അവനെ അടിക്കുകയോ എറിഞ്ഞു കൊല്ലുകയോ വേണം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചതാണ്. ഇസ്ലാമിക ലോകത്തെ ശിക്ഷാവിധിയാണ്. ഒരാൾ കള്ളു കുടിച്ചാൽ അവന് 80 അടി അടിക്കണം. ഇസ്ലാമിക ലോകത്തെ ശിക്ഷാവിധിയാണ്. അതേ സന്ദർഭത്തിൽ ഇയാൾ ഈ തിന്മ ചെയ്തത് ഈ 4-1 മാസത്തിലാണെന്ന് കേസ് തെളിഞ്ഞാൽ, അയാൾ തിന്മ ചെയ്തത് ഈ 4-1 മാസത്തിലാണ് എന്ന് കേസ് തെളിഞ്ഞാൽ അയാൾക്ക് സാധാരണ മാസത്തിനേക്കാൾ ഇരട്ടി ശിക്ഷ കൊടുക്കണം എന്ന് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാവിധി ഉപദേശിച്ച പണ്ഡിതന്മാർ ഇസ്ലാമിക ലോകത്തുണ്ട്. എന്തിനാണ് അങ്ങനെ പറയാൻ അവരെ പ്രേരിപ്പിച്ചത്? ഈ 4 മാസത്തിൻ്റെ അപകടമാണ്. ഈ 4 മാസത്തിൽ ഒരാൾ തിന്മ ചെയ്താലുള്ള അപകടമാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം മുഹറത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്നതിൻ്റെ ചോദ്യത്തിന് ഉത്തരം മുഹറത്തിൽ ഞാൻ ചിലത് ചെയ്യരുത് എന്നതാണ്. മുഹറം എന്ന പവിത്രമായ മാസത്തിൽ എനിക്ക് ചെയ്യാവുന്ന അമലെന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നീ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നതാണ്. ആ കാര്യങ്ങൾ എന്താണ്? ചെയ്യാൻ സാധ്യതയുള്ള പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അത് മറ്റു മാസങ്ങളെക്കാളും ഗൗരവമാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ചു. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, അന്നത്തെ ദിവസം നിങ്ങൾ സ്വന്തങ്ങളോട് അക്രമം പ്രവർത്തിക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞു. അപ്പോൾ മുഹറം മാസത്തിൻ്റെ പവിത്രതയിൽ, മുഹറം മാസത്തിൻ്റെ പ്രത്യേകതയിൽ നമുക്ക് പറയാവുന്ന ഒന്ന്, അത് പവിത്രമായ മാസങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതിൻ്റെ വിശദീകരണമാണ് നമ്മൾ ഈ മനസ്സിലാക്കിയത്. ഇനി അതിൽ മറ്റൊരു സംശയമുണ്ടാവും. ഒരാൾക്ക് പാപം ചെയ്താൽ, മുഹറത്തിൽ ഒരാൾ പാപം ചെയ്താൽ അതല്ലാത്ത മാസത്തേക്കാൾ ഗൗരവം അയാൾക്കുണ്ട് എന്നാണെങ്കിൽ, ഒരാൾ മുഹറം മാസത്തിൽ നന്മ ചെയ്താൽ അയാൾക്കതിൻ്റെ ഇരട്ടി പ്രതിഫലമുണ്ടോ? അല്ലാത്ത മാസത്തിൽ ചെയ്യുന്നതിനേക്കാൾ സ്ഥാനമുണ്ടോ? അതിൻ്റെ ഉത്തരം ഉണ്ട് എന്നാണ്. അതെവിടുന്നാണ് കിട്ടിയത്? അതിന് പ്രത്യേക ആയത്തില്ല. മുഹറം മാസത്തിൽ നിങ്ങൾ തിന്മ ചെയ്താൽ അപകടമാണ് എന്നറിയിക്കുന്ന ആയത്തുണ്ട്. എന്നാൽ മുഹറം മാസത്തിൽ നിങ്ങൾ നന്മ ചെയ്താൽ അതിന് പ്രത്യേകം പ്രതിഫലമുണ്ട് എന്നറിയിക്കുന്ന ആയത്തില്ല. പവിത്രമായ മാസങ്ങളിൽ നിങ്ങൾ നന്മ ചെയ്താൽ അല്ലാത്ത മാസത്തേക്കാൾ സ്ഥാനം നിങ്ങൾക്കുണ്ട്, പ്രതിഫലമുണ്ട് എന്നറിയിക്കാൻ പ്രത്യേകം ഹദീസില്ല. പിന്നെ അതെവിടുന്നാണ് കിട്ടിയത്? അതെവിടുന്നാണ് കിട്ടിയത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ദീനിൻ്റെ പൊതു തത്വത്തിൽ നിന്നാണ് ആ വിധിയിലേക്ക് പണ്ഡിതന്മാർ എത്തിയിട്ടുള്ളത്. എന്താ ഇസ്ലാമിൻ്റെ പൊതു തത്വം? ഇസ്ലാമിൻ്റെ പൊതു തത്വം എന്ന് പറയുന്നത്
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗളബ്, ദേഷ്യം, ആ ദേഷ്യത്തിന് അള്ളാഹുവിൻ്റെ കാരുണ്യം അതിജയിച്ചിരിക്കുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ പൊതുതത്വം. നമ്മൾ മുസ്ലിങ്ങൾ അള്ളാഹിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് അതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ്റെ ദേഷ്യത്തേക്കാൾ അവൻ്റെ റഹ്മത്ത്, അള്ളാഹിൻ്റെ ദേഷ്യത്തിന് അതിജയിച്ചിരിക്കുന്നു. അള്ളാഹ്ക്ക് ഒരാളോട് ദേഷ്യമുണ്ടാവാനുള്ളതിനേക്കാളും സാധ്യത അയാളോട് അള്ളാഹ്ക്കുള്ള റഹ്മത്താണ്. അതൊരു കാര്യം. അള്ളാഹുവിന് ഒരാളോട് ദേഷ്യം വരുന്നതിനേക്കാൾ സാധ്യത അയാളോട് അള്ളാഹുവിന് അനുകമ്പ തോന്നാനുള്ളതാണ്. അതാണ് അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ വിശാലത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരാൾ ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ അയാൾക്കൊരു പ്രതിഫലമുണ്ട്. ഒരാൾ ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ അയാൾക്ക് മിനിമം 10 പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു. ഒരാൾ നന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ അയാൾക്ക് ഒരു നന്മയുടെ പ്രതിഫലം അള്ളാഹ് നിശ്ചയിച്ചത് 10 ആയിട്ടാണ്. സാധാരണ ഒരു നന്മ, സാധാരണ ഒരു സമയത്ത് അള്ളാഹ് നിശ്ചയിച്ചത് 10 ആണെങ്കിൽ, തിരിച്ച് അള്ളാഹു ഒരു മനുഷ്യൻ്റെ തിന്മയ്ക്ക് രേഖപ്പെടുത്തുക ഒരൊറ്റ തിന്മയാണ്. ആണ് ഇസ്ലാമിൻ്റെ തത്വം എന്ന് പറഞ്ഞാൽ. എങ്കിൽ പവിത്രമായ മാസങ്ങളിൽ അള്ളാഹു തിന്മകൾക്ക് ഇരട്ടി നിശ്ചയിക്കുക, നന്മകൾക്ക് ഇരട്ടി നിശ്ചയിക്കാതിരിക്കുക എന്നതുണ്ടാവുകയില്ല. അത് ഇസ്ലാമിൻ്റെ പൊതു തത്വത്തിനെതിരെ അങ്ങനെ ഒരാൾ പറയുന്നത്, തിന്മകൾക്ക് ഇരട്ടിയുണ്ട്, നന്മകൾക്ക് അള്ളാഹു വർധനവ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഈ 4 മാസങ്ങളിൽ തിന്മക്ക് ഗൗരവമുണ്ട് എന്ന പോലെ നന്മക്ക് പ്രാധാന്യവുമുണ്ട്. ആ നന്മ ഏതാവണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏത് നന്മയും അതിൽ ഉൾപ്പെടുന്നതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയായി, ഇബാദത്തായി, പുണ്യകർമ്മമായി നമുക്കെന്തെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ അതൊരാൾ മുഹറത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന ബോധ്യത്തോടെ, നീയത്തോടെ അയാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് അതിൻ്റെ പ്രതിഫലത്തിലും വർധനവുണ്ട്. അത് നമ്മുടെ വിശ്വാസമാണ്. അപ്പോൾ മുഹറത്തിൽ ഞാൻ എങ്ങനെ നീക്കുപോക്ക് നടത്തണം, മുഹറം മാസത്തിൽ ഞാൻ എങ്ങനെ എൻ്റെ ജീവിതം ക്രമീകരിക്കണം എന്ന ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഉത്തരം, അതിൻ്റെ ക്രമീകരണം എൻ്റെ ശരീരത്തിലോ എൻ്റെ ബാഹ്യമായ കർമ്മങ്ങളിലോ അല്ല, എൻ്റെ മനസ്സിലാണ് അതിൻ്റെ ക്രമീകരണം വേണ്ടത്. എൻ്റെ ബാഹ്യമായ കർമ്മങ്ങളിൽ കൂടുതൽ വ്യത്യാസങ്ങൾ വരാനില്ല. അതേ സന്ദർഭത്തിൽ എൻ്റെ മനസ്സിലാണ് അതിൻ്റെ മാറ്റങ്ങളും ക്രമീകരണങ്ങളും വേണ്ടത്. ഒരാൾ മുഹറത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ആ മാറ്റം വരണം. ഞാൻ മുഹറത്തിലേക്കാണ് പ്രവേശിക്കുന്നത്, ഞാൻ മുഹറത്തിലാണ് ജീവിക്കുന്നത്. ഒരാൾ മുഹറത്തിൽ ഖുർആൻ ഓതുമ്പോൾ അയാൾക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ മനസ്സിൽ കാണണം. അപ്പോൾ മുഹറത്തിലും അയാൾ ഓതുന്നുണ്ട്, സഫറിലും ഖുർആൻ ഓതുന്നുണ്ട്, റബീഉൽ അവ്വലിലും അയാൾ ഖുർആൻ ഓതുന്നുണ്ട്. പക്ഷെ മുഹറത്തിൽ ഓതുമ്പോൾ അയാൾ ആ നിയ്യത്തോടു കൂടി ഖുർആൻ ഓതുന്നു. അതപ്പോൾ റബീഉൽ അവ്വലിൽ ഓതുന്ന പോലെ ആവൂല. കാരണം എന്താ? മുഹറം പവിത്രമായ മാസമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ആയത്തിൽ മുഹറത്തിന് നൽകിയ സ്ഥാനം, ആ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് തന്നെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ മുഹറം പവിത്രമാണ്. അതിൽ നിങ്ങൾ സ്വന്തത്തിനോട് അക്രമം ചെയ്യരുത്, അത് നിങ്ങൾക്ക് ഇരട്ടി ശിക്ഷക്ക് അല്ലെങ്കിൽ അധികം ശിക്ഷക്ക് കാരണമാകും എന്ന പോലെയാണ്. നിങ്ങൾക്ക് അധിക പ്രതിഫലത്തിന് ഈ പവിത്രമായ മാസങ്ങൾ ഹേതുവാകും എന്ന ഇസ്ലാമിൻ്റെ നിർദ്ദേശം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന് പേരിട്ടത് എന്താണ്? മുഹറമുൻ എന്നാണ്. പവിത്രമായ മാസം. എന്നാൽ അതിൽ ചില കാര്യങ്ങൾ നിഷിദ്ധമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് പവിത്രമായത്. ആ കാര്യങ്ങൾ നിഷിദ്ധമായത് എന്തുകൊണ്ടാണ്? ഈ സമയം പവിത്രമായത് കൊണ്ടാണ്. ഈ സമയം പവിത്രമായത് കാരണത്താൽ ഈ കാര്യങ്ങൾ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും പറയും. അപ്പം നമ്മൾ പറഞ്ഞു, എന്താണ് ഈ മാസത്തിൽ നിഷിദ്ധമായത്? അത് നമ്മൾ വിശദീകരിച്ചു. ഈ മാസത്തിൽ നിഷിദ്ധമായത് പാപം ചെയ്യുന്നതാണ്. ആർക്ക് പാപം ചെയ്യുന്നത്? ഒരു മനുഷ്യൻ സ്വന്തത്തിൽ ഒതുങ്ങുന്ന പാപം ചെയ്യുന്നതും നിഷിദ്ധമാണ്, മറ്റൊരാളോട് പാപം ചെയ്യുന്നതും നിഷിദ്ധമാണ്. എന്നാൽ അതോടൊപ്പം ഈ പറയുന്ന 4 മാസങ്ങളിൽ, മുഹറം അടക്കമുള്ള 4 മാസങ്ങളിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു ഹലാലായ കാര്യമുണ്ട്. ഈ 4 മാസങ്ങളിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു ഹലാലായ കാര്യമുണ്ട്. അങ്ങനെ ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾക്ക് പവിത്രത നൽകി ആദരിച്ചാൽ അവിടെ നിഷിദ്ധമായ എന്നാൽ പുറത്ത് ഹലാലായ കാര്യങ്ങളുണ്ടാവും. പുറത്ത് ഹലാലായത് ആ സ്ഥലത്ത് ആ സമയത്ത് നിഷിദ്ധമായ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാമാണ്.
ആ തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ അതുവരെ നമുക്ക് ഹലാലായ പലതും നിഷിദ്ധാണ്. അതുവരെ സംസാരിക്കാം, അതുവരെ തിരിഞ്ഞു നോക്കാം, അതുവരെ എനിക്ക് ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, അതൊന്നും ഇനി മുതൽ എനിക്ക് ഹലാലല്ല, ഞാൻ സലാം പറയുന്നത് വരെ എന്ന പോലെ പവിത്രമായ മാസത്തിലേക്ക് ഞാൻ പ്രവേശിച്ചാൽ അതുവരെ ഹലാലായ ചിലത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. എന്താണ് ആ നിഷിദ്ധമാക്കിയിരുന്ന കാര്യം? യുദ്ധമാണ്. യുദ്ധത്തിൻ്റെ അടിസ്ഥാന വിധി പറയും അത് ഹലാലാകുന്നു, യുദ്ധം ചെയ്യൽ അതിൻ്റെ ആവശ്യഘട്ടത്തിൽ ഹലാലാകുന്നു എന്ന് പറയും. എന്നാൽ ആ ഹലാലായ യുദ്ധം മുഹറം മാസത്തിൽ നിഷിദ്ധമാണ്. ആ ഹലാലായ യുദ്ധം പവിത്രമായ 4 മാസങ്ങളിൽ നിഷിദ്ധമാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഓൾറെഡി പാപമായ നിഷിദ്ധമായ ഒരു കാര്യം ഈ 4 മാസങ്ങളിൽ ചെയ്യൽ അധികം നിഷിദ്ധമാണെന്നാണ്. ഇപ്പം നമ്മൾ പറഞ്ഞത് നമുക്ക് അല്ലാത്ത മാസങ്ങളിൽ അനുവദിക്കപ്പെട്ടൊരു കാര്യം ഈ 4 മാസത്തിൽ നിഷിദ്ധമാകുന്നു എന്നാണ്. അതേതാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? അത് മുഹറം മാസത്തിലും അടക്കം ഈ 4 മാസങ്ങളിൽ യുദ്ധം ചെയ്യുന്നത് നിഷിദ്ധമാണ്. ഇത് ഇസ്ലാമിൻ്റെ വിധിയായിരുന്നു. മക്കയിലുള്ള മുശ്രിക്കുകൾക്ക് ഈ വിധിയെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. അവർ ഈ വിധിയെ ആദരിച്ചിരുന്നു, അവർ ഈ വിധിയെ പരിഗണിച്ചിരുന്നു. പക്ഷെ അവർ അത് പരിഗണിച്ചപ്പോൾ അവരുടെ തന്നിഷ്ടത്തിനാണ് അവർ ഇതിനെ പരിഗണിച്ചിരുന്നത് എന്ന് മാത്രം. മക്കയിലുള്ള മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് മാസങ്ങൾ 12 ആണെന്നും അത് മുഹറം, സഫർ, റബീഉൽ അവൽ എന്ന ക്രമത്തിലാണെന്നും അവർ മനസ്സിലാക്കി. അതിൽ 4 എണ്ണം പവിത്രമാണ്, അവർ അംഗീകരിച്ചു. മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ എന്നീ 4 മാസങ്ങളാണ് അവ എന്ന് അവർ അംഗീകരിച്ചു. ഒക്കെ ഉണ്ടായി. ഒക്കെ അംഗീകരിച്ചപ്പോഴും അവർക്ക് ചിലപ്പം മുഹറം മാസത്തിൽ യുദ്ധം ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ പറയും ഈ വർഷത്തിലെ മുഹറത്തിൻ്റെ പവിത്രത ഞങ്ങൾ സഫറിലേക്ക്, അടുത്ത മാസത്തിലേക്ക് നിശ്ചയിച്ചിരിക്കുന്നു, അടുത്ത മാസമാണ് മുഹറം എന്ന് പറയും, അടുത്ത മാസമാണ് മുഹറം എന്ന് പറയും. അപ്പോൾ ഇതൊരു 13ാമത്തെ കണക്കപ്പെടാത്ത മാസം. അപ്പോൾ അവൾ ആദരിച്ചോ എന്ന് ചോദിച്ചാൽ ആദരിച്ചു, എന്നാൽ അവരുടെ തോന്നിവാസം അനുസരിച്ചാണ് അവർ ആദരിച്ചത്. ഇതായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് മക്ക മുശ്രിക്കിൻ്റെ അവസ്ഥ. അപ്പോൾ അവർ യുദ്ധം നിഷിദ്ധമാണ് എന്ന കാര്യം തിരിച്ചറിഞ്ഞു. ആ സന്ദർഭത്തിൽ യുദ്ധം ചെയ്യരുത് എന്ന് അവരറിഞ്ഞു. എന്നാൽ അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ ആരോടും ചോദിക്കാതെ, അള്ളാഹിൻ്റെ തീരുമാനമില്ലാതെ അവരിങ്ങനൊരു തോന്നിവാസം അവർ നിശ്ചയിച്ചു. ഇങ്ങനൊരു തോന്നിവാസം അവർ ചെയ്തു. അത് ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ചോദ്യം ചെയ്തു. അള്ളാഹു അത് ചോദ്യം ചെയ്തു. അത് ചോദ്യം ചെയ്തുകൊണ്ട് അള്ളാഹു അറിയിച്ചത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഏത് മാസം? മുഹറം മാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് എന്നറിയോ? ഷഹ്റുല്ലാഹിൽ മുഹറം. എന്തിനാ അള്ളാഹ് പറഞ്ഞത്? റസൂലുള്ളാഹി പറഞ്ഞു തരികയാണ് ഈ മാസത്തിൻ്റെ പേര്. എന്താ ഈ മാസത്തിൻ്റെ പേര് പറഞ്ഞത്? ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്നാ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ മാസമായ മുഹറം. അപ്പോൾ പണ്ഡിതന്മാർ ചോദിച്ചു, അപ്പോൾ ഇതെല്ലാത്തൊന്നും അള്ളാഹിൻ്റെ മാസമല്ലേ? സഫർ അള്ളാഹിൻ്റെ മാസമല്ലേ? റബീഉൽ അവ്വലും റബീഉൽ ആഖിറും എല്ലാം അള്ളാഹുവിൻ്റെ മാസമല്ലേ? ആണല്ലോ. പിന്നെന്തിനാ മുഹറത്തെക്കുറിച്ച് മാത്രം പറഞ്ഞത്? കാരണം ഈ അറബികളുടെ കാട്ടിക്കൂട്ടിൽ കണ്ടാൽ വിചാരിക്കും മുഹറം യുദ്ധത്തിൽ നിഷിദ്ധമായ മാസമാണ് എന്നത് ഒരു മീറ്റിംഗ് കൂടി തീരുമാനിച്ചതാണ്. അവരെ ഈ തോന്നിവാസം കണ്ടാൽ വിചാരിക്കും മുഹറത്തിന് പവിത്രത കൊടുത്തത് അവർ മീറ്റിംഗ് കൂടിയിട്ടാണ്. അവർക്ക് തോന്നുമ്പോൾ അത് മാറ്റുക, അവർ തോന്നുമ്പോൾ മുഹറത്തിന് പവിത്രത ഈ വർഷം ഉണ്ട് എന്ന് പറയുക. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹറം ആരുടെ മാസമാണ്? അത് അള്ളാഹിൻ്റെ മാസമാണ്, നിങ്ങളുടെ മാസമല്ല. അതിന് പവിത്രത നിശ്ചയിച്ചത് അള്ളാഹുവാണ്, നിങ്ങളല്ല. അതുകൊണ്ട് അള്ളാഹിൻ്റെ തീരുമാനത്തെ മറികടക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന ഒരു മെസ്സേജ് കൊടുക്കാനാണ് അള്ളാഹിൻ്റെ മാസമായ മുഹറം എന്ന് പറഞ്ഞത്. ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹിൻ്റെ മാസമായ മുഹറം. അതല്ലാത്ത മാസങ്ങൾ അള്ളാഹിൻ്റെതല്ലാത്തത് കൊണ്ടല്ല, അതല്ലാത്ത മാസങ്ങളും അള്ളാഹുവിൻ്റേത് തന്നെ. പക്ഷേ അവർ തോന്നിവാസം ചെയ്തിരുന്നത് ഈ മുഹറം മാസത്തിലാണ്. അവരതിൻ്റെ പവിത്രത ഇടക്ക് കളയും, ഇടക്ക് നിശ്ചയിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇത് അള്ളാഹിൻ്റെ മാസമായ മുഹറാണ്, നിങ്ങളുടെ മാസമായ മുഹറമല്ല. അതുകൊണ്ട് അതിൽ എന്ത് വേണം എന്ത് പാടില്ല അത് അള്ളാഹ് തീരുമാനിക്കും, അത് അനുസരിക്കലാണ് മനുഷ്യൻ്റെ ബാധ്യത എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മെസ്സേജ് കൊടുത്തു. അതാണ് ഈ ഷഹറുല്ലാഹിൽ മുഹറം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഷഹറുല്ലാഹിൽ മുഹറം, അതിൽ പണ്ഡിതന്മാർ മറ്റൊരു വിശദീകരണം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കൂ, മുഹറം മാസത്തിൻ്റെ പവിത്രത എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് പറയാം. പവിത്രമായ മാസങ്ങളിൽ ഒന്ന് അത് മുഹറമാണ്. അപ്പോൾ പവിത്രമായ മാസങ്ങൾക്ക് എന്തൊക്കെ പ്രത്യേകതയും പ്രാധാന്യവും ഉണ്ടോ
അതെല്ലാം ഈ മാസത്തിന് വന്നു. രണ്ടാമത്തൊരു പ്രത്യേകത, ആ മുഹറം മാസം അള്ളാഹു തൻ്റേതാണ് എന്ന് പറഞ്ഞു. ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസം എന്ന് അള്ളാഹ് വിശേഷിപ്പിച്ച ഏക മാസം അത് മുഹറം മാസമാണ്. അള്ളാഹുവിൻ്റെ മാസം എന്ന് അള്ളാഹു പേരെടുത്ത് പറഞ്ഞതിൽ ഏക മാസം അത് മുഹറമാണ്. റമളാന് പോലുമില്ല. തൻ്റെ മാസം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ള ഏക മാസം അത് മുഹറം മാസമാണ്. അത് രണ്ടാമത്തെ പ്രത്യേകത. ഇനി മറ്റൊന്ന്, ഷഹറുല്ലാഹി അൽ മുഹറം എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? അള്ളാഹു തന്നിലേക്ക് മുഹറം മാസത്തിനെ ചേർക്കുകയാണ്. അള്ളാഹു ഒരു വിഷയത്തെ തന്നിലേക്ക് ചേർത്താൽ മറ്റുള്ളതിനില്ലാത്ത പ്രത്യേകത അതിനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരെക്കുറിച്ച് പറഞ്ഞു റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. നബിമാരെക്കുറിച്ച് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല്, അള്ളാഹിൻ്റെ ദൂതർ. അത് ഒരു മനുഷ്യൻ്റെ ദൂതനാവണ പോലെയല്ല. രാജാവിന് ദൂതന്മാരുണ്ടാവും. ഒരു വ്യക്തിക്കൊരാൾ ദൂതനായി വർത്തിക്കാം. അള്ളാഹുവിൻ്റെ റസൂലുമാരുടെ പ്രത്യേകത അവർ അള്ളാഹുവിൻ്റെ ദൂതരായി വർത്തിച്ചു എന്നതാണ്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ബൈത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ ഭവനം. ഒരു വ്യക്തിയുടെ വീട് പോലെയല്ല അത്. അള്ളാഹുവിൻ്റെ ഭവനം എന്ന് പള്ളിക്ക് അള്ളാഹു പേര് കൊടുത്തതോടുകൂടി ഒരു വ്യക്തിയുടെ വീട്ടിൽ പെരുമാറുന്ന പോലെ പള്ളിയിൽ പെരുമാറിക്കൂടാ. ഒരു വീടിന് കേവലമുള്ള സ്ഥാനമല്ല അള്ളാഹുവിൻ്റെ ഭവനത്തിനുള്ളത്. കണ്ടോ, അള്ളാഹിലേക്ക് ഒരു കാര്യം ചേർന്നതോടുകൂടി അതിൻ്റെ വിധി തന്നെ മാറ്റി എഴുതപ്പെടും. ഒരു കാര്യം അള്ളാഹുവിൻ്റേത് എന്ന് ചേരുന്നതോടുകൂടി അതിൻ്റെ വിധി തന്നെ മാറ്റി എഴുതപ്പെട്ടു. ഒരു സാധാരണമായി നിർമ്മിച്ചൊരു വീട് കൂട്ടുക, സാധാരണയായൊരു വീടായി നിർമ്മിച്ചതാണ്. അത് പള്ളിയായി വഖഫ് ചെയ്താൽ അതുവരെ ഉള്ളതുപോലെയല്ല ഇനി ആ വീടിനോടുള്ള പെരുമാറ്റം. ഇതുവരെ ഒരു മനുഷ്യനുള്ള വീടായിരുന്നു, ഇനി അത് അള്ളാഹുവിനുള്ള വീടാണ്. കണ്ടോ, അള്ളാഹിലേക്ക് ചേർത്താൽ അതിൻ്റെ വിധി തന്നെ, അതിൻ്റെ പവിത്രത, അതിൻ്റെ പ്രത്യേകത എല്ലാം മാറ്റി എഴുതപ്പെടും. അതിൽപ്പെട്ടതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു റൂഹുല്ലാഹ്, ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റൂഹ്. ഇതിനൊന്നും അർത്ഥം എന്താ? അള്ളാഹ്ക്ക് വീട് താമസിക്കാൻ വേണം, അള്ളാഹു തൻ്റെ റൂഹ് എടുത്ത് ഈസാ നബിക്ക് കൊടുത്തു അല്ല, ചേർത്ത് പറയാണ് അള്ളാഹുവിലേക്ക്. ഇളാഫത്തു തശ്രീഫ് എന്ന് പറയും. ഇളാഫത്തു തശ്രീഫ്, അള്ളാഹു ഒരു കാര്യത്തിനെ മഹത്വപ്പെടുത്താൻ, അതിൻ്റെ മഹത്വം മാലോകരോട് അറിയിക്കാൻ അള്ളാഹു അത് മനുഷ്യന്മാരിലേക്ക് ചേർത്ത് പറയും. അതാണ് ഇളാഫത്തു തശ്രീഫ്. അപ്പോൾ റൂഹുല്ലാ എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചും മറ്റനേകം നബിമാരെ കുറിച്ച് പറഞ്ഞു അബ്ദുല്ലാ എന്ന് പറഞ്ഞു, അള്ളാഹിൻ്റെ അടിമ. ബാക്കിയുള്ളവർ അള്ളാഹിൻ്റെ അടിമയല്ലേ? ആണ്. ബാക്കിയുള്ളവരൊക്കെ അള്ളാഹിൻ്റെ അടിമയാണ്. പക്ഷെ ഇവരെക്കുറിച്ച് പറഞ്ഞത് അതോടുകൂടി അങ്ങനെ ചേർത്ത് പറയുന്നതോടെ ഒരു കേവല അടിമക്കില്ലാത്ത മഹത്വങ്ങൾ ആ ചേർത്ത് പറഞ്ഞവർക്ക് വന്നു. കണ്ടോ, എന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറം മാസത്തെക്കുറിച്ച് പറഞ്ഞു ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹിൻ്റെ മാസത്തെ പറഞ്ഞു. അതോടുകൂടി മുഹറത്തിന് മറ്റനേകം മാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ സ്ഥാനം മേലെയായി. ഇനി മുഹറമും റമദാനുമാണ് ചേർന്ന് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ചർച്ച എന്താ? മുഹറമാണോ ശ്രേഷ്ഠം, റമദാനാണോ ശ്രേഷ്ഠം? ഏറ്റവും ശ്രേഷ്ഠമായ മാസം ഏത്? അതാണ് ഇന്നത്തെ ചർച്ച. പണ്ഡിതന്മാരത് ചർച്ച ചെയ്തു. റമദാനാണോ ഏറ്റവും ശ്രേഷ്ഠകരമായ മാസം, അതല്ലെങ്കിൽ മുഹറമാണോ? അതാണ് ചർച്ച. അപ്പം ഈ ഷഹറുല്ലാഹിൽ മുഹറം എന്ന് അള്ളാഹു തന്നിലേക്ക് ചേർത്ത് പറഞ്ഞല്ലോ. അള്ളാഹുവിൻ്റെ ശൈലി പ്രകാരം അങ്ങനെ അള്ളാഹു ഒന്നിനെ തന്നിലേക്ക് ചേർത്താൽ പിന്നെ അത് മറ്റുള്ളതിനൊക്കെ കവച്ചു വെച്ചിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ മുഹറം മാസം സംശയമില്ല മറ്റു മാസങ്ങൾ മുഴുവൻ കവച്ചു വെച്ചു. അപ്പം ഇനി സംശയം അത് റമളാനിൻ്റെ മേലെത്തിയോന്നാണ്. അപ്പോഴാണ് റമളാനിനെ കുറിച്ച് അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച വിവിധ മഹത്വങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് റമളാനിൻ്റെ മേലേക്ക് എത്താൻ വകുപ്പില്ല എന്നുള്ളത് കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു റമളാൻ കഴിഞ്ഞാൽ ബാക്കി 11 മാസങ്ങളിൽ ആ 11 മാസങ്ങളുള്ളിൽ മേലെ നിൽക്കുന്നത് മുഹറം മാസമാണ്. എവിടുന്നാണ് കിട്ടിയത്? ഷഹറുല്ലാഹിൽ മുഹറം. ഇനി അവിടെ നമുക്ക് അമലാക്കാൻ ഒരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരെക്കുറിച്ച് മലഉൽ അലയിൽ സംസാരിക്കും. പ്രത്യേക സംഘം മലക്കുകൾക്കാണ് മലഉൽ അല എന്ന് പറയാം. അള്ളാഹു തൻ്റെ കാര്യങ്ങളും അഭിപ്രായങ്ങളും അവരോടാണ് പറയുക, പ്രത്യേകം സംഘം മലക്കുകളോട്. ചിലപ്പോഴൊക്കെ ഭൂമിയിലുള്ള ചില വ്യക്തികളെക്കുറിച്ച് അള്ളാഹ് പറയും അതെൻ്റെ അടിമയാണ്, അത് നബിയാവണമെന്നില്ല, അത് നബിയാവണമെന്നില്ല, നബിയല്ലാത്ത, അത് നബിമാരെ കണ്ടവനാവണമെന്നില്ല, നബിമാരെ കണ്ടവനാവണമെന്നില്ല, ലോകത്ത് ആരും അറിയാത്ത
ഒരു വ്യക്തിയെക്കുറിച്ച് ചിലപ്പം അള്ളാഹു മലഉൽ അലയിൽ സംസാരിക്കും, അതെൻ്റെ അടിമയാണ്. അതിന് അവസരമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴാണ് അത് അവസരം ഉണ്ടാവുക? അയാളോട് അള്ളാഹ്ക്കാണ് ഇഷ്ടം വരണം. അയാളോട് അള്ളാഹ്ക്ക് ഇഷ്ടം വന്നാൽ അയാളെ കുറിച്ച് അള്ളാഹു മലഉൽ അലയിൽ സംസാരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള ഭാഗ്യം എന്താ? ഈ പറഞ്ഞതാ, അയാളെ വിധി മാറ്റി എഴുതപ്പെടും. അയാൾക്ക് പിന്നെ മാലോകർക്കുള്ള സ്ഥാനമല്ല അള്ളാഹിൻ്റെ അടുത്തുള്ളത്. അയാൾക്ക് മാലോകർക്കുള്ള സ്ഥാനമല്ല അള്ളാഹിൻ്റെ അടുത്തുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അള്ളാഹു പറഞ്ഞതാ, എൻ്റെ അടിമ ഫർളിലൂടെ എന്നെ അടുക്കും, സുന്നത്തിലൂടെ എന്നോട് അടുക്കും. അങ്ങനെ ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹാ, അവൻ കേൾക്കുന്ന കാത് ഞാനാവും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹാ, അവൻ കാണുന്ന കണ്ണ് ഞാനാവും. വയദഹു അല്ലദീ യുബ്തിഷു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനാവും. വരിജ്ലഹു അല്ലദീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാവും. അള്ളാഹിൻ്റെ പ്രത്യേക നിയന്ത്രണത്തിലാവും അവൻ ജീവിക്കാം. അള്ളാഹുവിൻ്റെ പ്രത്യേക നിയന്ത്രണത്തിലും പ്രത്യേക ഇസ്മത്തിലുമാവും ആ മുഅ്മിൻ ജീവിക്കുക. അവൻ ചോദിച്ചാൽ അള്ളാഹ് കൊടുക്കും, അവൻ അഭയം തേടിയാൽ അള്ളാഹ് അഭയം കൊടുക്കും എന്ന് അള്ളാഹുവിൻ്റെ ഔലിയാഹിനെ കുറിച്ച് അള്ളാഹ് അറിയിച്ചത് മലഉൽ അലയിൽ അള്ളാഹു മനുഷ്യനിൽപ്പെട്ട നബിമാരല്ലാത്ത, നബിമാരെ കാണാത്ത, എന്നാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റുന്ന ചില വ്യക്തികളെക്കുറിച്ചാണ്. അപ്പോൾ അള്ളാഹു തന്നിലേക്ക് ചേർക്കാൻ സാധ്യത മനുഷ്യലോകത്ത് ചിലർക്കൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ എത്തിപ്പെടുക എന്ന ഒരു മെസ്സേജ് കൂടി ഈ ഒരു പോയിന്റിൽ നമുക്കുണ്ട്. ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്ന് പറയുമ്പോൾ അതുകൂടി അവിടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. അള്ളാഹു തന്നിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അത് ചില്ലറ പ്രത്യേകതൊന്നുമല്ല. അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന് വെച്ചാൽ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഫുലാനൻ, അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നാദാ ജിബ്രീല, ജിബ്രീലിനോട് അള്ളാഹു വിളിച്ചു പറയും, ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു, ഇന്ന വ്യക്തിയെ എനിക്കിഷ്ടമായി, അതുകൊണ്ട് നീ ഇഷ്ടപ്പെടുന്നു പറയും. തുമ്മ യുനാദി ജിബ്രീലു ഫിസ്സമായി, പിന്നീട് ജിബ്രീൽ ആകാശലോകത്ത് വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂഹു, അള്ളാഹു ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളും അവനെ ഇഷ്ടപ്പെടണം. അപ്പോൾ മലക്കുകളൊക്കെ ഇഷ്ടപ്പെടും. സുമ്മ യൂളഉ ലഹുൽ ഖബൂലു ഫിൽ അർളി, പിന്നീട് ഭൂമി ലോകത്തെ അയാൾക്ക് അള്ളാഹു സ്വീകാര്യത നൽകുകയും ചെയ്യുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതൊരു ഭാഗ്യമാണ്. ഈ ലോകത്തുള്ള ഒരുപാട് മനുഷ്യന്മാർക്കിടയിൽ അള്ളാഹു ഒരു മനുഷ്യനെ അതിൻ്റെ ആളാണെന്ന് പറയാം, അത് എൻ്റെ അടിമയാണ് എന്ന് പറയാം. അള്ളാഹ് പറഞ്ഞു ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ അടിമാൻ. ബാക്കിയുള്ളവരൊന്നും അല്ലാത്തതെന്നാ? ബാക്കിയുള്ളവരൊന്നും റഹ്മാൻ്റെ അടിമയല്ല എന്നാണോ? അല്ല, എല്ലാവരും അള്ളാഹിൻ്റെ അടിമയാണ്. പക്ഷേ ഇവർക്ക് അള്ളാഹ് സ്പെഷ്യാലിറ്റി കൊടുത്തു. അതല്ല ഒരു വിഭാഗത്തിനൊരു വിശേഷണം വെച്ചാൽ പറഞ്ഞത്. ഇത് വിശേഷണം വെച്ചിട്ടൊന്നുമല്ല, പേരെടുത്ത് പറയും. ഈ പ്രദേശത്ത് ജീവിക്കുന്ന ഇന്ന വ്യക്തി എന്ന് പേരെടുത്ത് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ ഉവൈസുൽ ഖർണിയെക്കുറിച്ച്, അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കും, അദ്ദേഹത്തിനെ കണ്ടങ്ങൾ ദുആർപ്പിച്ചോളി എന്ന് പറഞ്ഞു. മുസ്തജാബ് ദുആയാണെന്ന് പറഞ്ഞു. ഉവൈസുൽ ഖർണി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം റസൂലിനെ കണ്ടിട്ടില്ല, സഹാബിയൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് ജീവിച്ചിട്ടുണ്ട്, പക്ഷേ നബിജിനെ കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് സഹാബി എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റൂല. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു യമനിൽ വെച്ച് അദ്ദേഹത്തിനെ കണ്ടുമുട്ടി. ഉവൈസുൽ ഖർണിയെക്കുറിച്ച് പറഞ്ഞ ഹദീസ് അദ്ദേഹത്തിന് ആ സമയത്ത് ഓർമ്മ വന്നു. അദ്ദേഹം ചോദിച്ചു, ഉവൈസിനെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? അപ്പോൾ പറഞ്ഞു, അത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. എങ്കിൽ റസൂൽ പറഞ്ഞ ഹദീസ് ഇങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോട് നിനക്കുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാവരും മാതിരി തന്നെയാണ്, ഉമ്മാനെ നല്ലോ നോക്കിയിനി എന്നും പറഞ്ഞു. കണ്ടോ, ഒരു ഉവൈസുൽ ഖർണി എന്ന് പറയുന്ന എവിടെയുള്ളൊരു മനുഷ്യർ റസൂലിനെ കണ്ടിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഒരു വിശേഷണത്തിലൊന്നുമല്ല, ഒരു പേരെന്നെ എടുത്ത് പറയും. ഈ പേരുള്ള ആ മനുഷ്യനുണ്ടല്ലോ, അയാൾ എനിക്കിഷ്ടമാണ് എന്ന് പറയും. ചിലപ്പോൾ അള്ളാഹ് വെറുത്ത അതും പറയും. വെറുത്ത് കഴിഞ്ഞാൽ അതും അള്ളാഹു എടുത്തു പറയും. ഇന്ന വെറുപ്പുള്ള ഇന്ന മനുഷ്യനുണ്ടല്ലോ, അയാൾ എനിക്കിഷ്ടമല്ല എന്ന് പറയും. അങ്ങനെ അള്ളാഹു വെറുത്തവരുടെ പേര് ചിലതൊക്കെ വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെറുത്തയാളുകളുടെ പേര് തൻ്റെ ദുആഇൽ കുനൂത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ് ശാപപ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അതൊക്കെ അപകടവുമാണ്, ഗൗരവമാണ്. അതുകൊണ്ട് അള്ളാഹു മുഹറത്തിനെ കുറിച്ച് പറഞ്ഞു, എൻ്റെ മാസം, ആ മാസത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ബാക്കി പവിത്രമായ 3 മാസങ്ങൾ ഇതല്ലാത്തതുണ്ട്. ദുൽഖഅദയുണ്ട്, ദുൽഹിജ്ജയുണ്ട്, റജബുണ്ട്. അതിൻ്റെ മേലെ നിൽക്കുന്നു മുഹറം മാസം, അതിൻ്റെ മേലെ നിൽക്കുന്നു പരിശുദ്ധമായ മുഹറം മാസം. അതാണ് നമ്മൾ ഇതിൻ്റെ പ്രത്യേകതയായി മനസ്സിലാക്കേണ്ടത്.
അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ മുഹറം മാസത്തിൽ ഹലാലായ ഒരു കാര്യം മുഹറം അടക്കമുള്ള പവിത്രമായ മാസങ്ങളിൽ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞു. അതേതാണ്? യുദ്ധം. അല്ലാത്ത മാസത്തിൽ അത് അനുവദനീയമാണ് അതിൻ്റെ കാരണങ്ങളോടൊപ്പം. എന്നാൽ ഈ മാസത്തിലോ ഇതല്ലാത്ത ബാക്കി 3 മാസത്തിലോ നിഷിദ്ധമാണ്. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരോളുള്ള നിയമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിൻ്റെ ശേഷവും ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ഈ 4 മാസങ്ങളിൽ യുദ്ധം നിഷിദ്ധമാണ്. എന്നാൽ പിന്നീട് ഈ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ? ഇനി മുതൽ ഈ പവിത്രമായ 4 മാസങ്ങളിൽ അടക്കം യുദ്ധം ചെയ്യാമെന്നാണോ? ആ വിഷയത്തിൽ പണ്ഡിത ലോകത്ത് 2 അഭിപ്രായങ്ങളുണ്ട്. മഹാഭൂരിപക്ഷം പറഞ്ഞതും ഈ പവിത്രമായ 4 മാസങ്ങളിൽ യുദ്ധം നിഷിദ്ധമാണ് എന്ന വിധി ദുർബലപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആ 4 മാസങ്ങളിലും യുദ്ധം ചെയ്യാം എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫുകാരെ ദുൽഖഅദയിൽ ഉപരോധിച്ചിട്ടുണ്ട്, യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നതവർ അതിന് തെളിവായി പറയുന്നു. അത് ദുർബലപ്പെടുത്തി എന്നതിൻ്റെ തെളിവാണ് എന്ന്. ഒരു വിഭാഗം പറയുന്നത് ആ വിധി ഇപ്പോഴും അവശേഷിക്കുന്നു. ആ യുദ്ധം ചെയ്യാൻ പാടില്ല, യുദ്ധം ചെയ്യാൻ പാടില്ല പറഞ്ഞാൽ തീരെ ചെയ്യരുത് എന്നല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അന്ന് ഒരാൾ യുദ്ധം സ്റ്റാർട്ട് ചെയ്യരുത്, അന്നൊരാൾ യുദ്ധം താനായിട്ട് തുടങ്ങി വെക്കരുത്. മറ്റൊരാൾ തുടങ്ങി വെച്ചാൽ പ്രതിരോധാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നതിന് വിരോധമില്ല. എന്നാൽ തുടങ്ങി വെക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ആ നിയമം ദുർബലമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ 4 മാസത്തിൽ അതിൻ്റെ പ്രത്യേകതയായി ബാക്കി നിൽക്കുന്നത് എന്താണ്? അതിൽ പാപം ചെയ്യരുത് എന്നതാണ്, അതിൽ മഹത്വങ്ങൾ ഏറെയുണ്ട് എന്നതാണ്. അതേസമയം യുദ്ധം ചെയ്യുക എന്ന ആ കാര്യം അത് പാടില്ല എന്ന വിധി അത് ഇസ്ലാം ദുർബലപ്പെടുത്തി ഇനി മുതൽ യുദ്ധമാവാം. അതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത്. അതിൽ ഒരു വിഭാഗം പറഞ്ഞു ആ യുദ്ധം ചെയ്യൽ നിഷിദ്ധമാണ് എന്ന കാര്യം അതിപ്പോഴും തുടരുന്നുണ്ട്, അതുകൊണ്ട് യുദ്ധം സ്റ്റാർട്ട് ചെയ്യരുത്, അന്ന് തുടങ്ങി വെക്കരുത്, ആ വിധി ഇപ്പോഴും തുടരുന്നു എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാരും പറയുന്നുണ്ട്. അതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. സഹോദരന്മാരെ, ഈ മുഹറം മാസത്തിൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ചിലതൊക്കെ ചെയ്യാതിരിക്കുക പാപങ്ങളാണ്, അത് ഞാൻ ഒഴിവാക്കണം. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഏത് സൽക്കർമ്മവും മുഹറത്തിൻ്റെ നിയ്യത്തിൽ നമ്മൾ ചെയ്യുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് ചേർത്തുകൊണ്ട് നമ്മോട് പഠിപ്പിച്ച ഒരു കാര്യം സ്പെഷ്യലായിട്ട് ഉണ്ടെങ്കിൽ അത് മുഹറം മാസത്തിലെ നോമ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സിയാമി ബഅദ റമദാന ശഹറുല്ലാഹിൽ മുഹറം. ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് റമദാൻ കഴിഞ്ഞാൽ അത് മുഹറത്തിലാണ് എന്ന് പറഞ്ഞു. റമദാൻ ഒഴിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് അത് മുഹറം മാസത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അതടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു മുഹറം മുഴുവനും, അഥവാ 29 ദിവസം അല്ലെങ്കിൽ 30 ദിവസം, ആ മുഹറം മുഴുവനും നോമ്പെടുക്കൽ അനുവദനീയമാണ്, സുന്നത്താണ്, ഒരാൾക്ക് പ്രതിഫല യോഗ്യമായ ഇബാദത്താണ്. മുഹറം മുഴുവനും ഒരാൾക്ക് നോമ്പെടുക്കാം അയാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഹറത്തിനെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഹറം മാസത്തിലെ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, മുഹറത്തിൻ്റെ 10-ാം ദിവസം ആശൂറയുടെ നോമ്പ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് എടുത്തു, നോമ്പെടുക്കാൻ സഹാബത്തിനോട് കൽപ്പിച്ചു. റസൂലുള്ളാഹിന്റെ ഫിഅല് കൊണ്ടും അവിടുത്തെ ഖൗല് കൊണ്ടും മുഹറം മാസം മൊത്തത്തിൽ നോമ്പ് ഉണ്ടായിരിക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പ്രത്യേകം ചെയ്ത് കാണിച്ച നോമ്പുണ്ടെങ്കിൽ അത് മുഹറം 10-ലെ നോമ്പാണ്. പ്രത്യേകം ചെയ്ത് കാണിച്ച നോമ്പുണ്ടെങ്കിൽ അത് മുഹറം 10-ലെ നോമ്പാകുന്നു. എന്താ മുഹറം 10-ലെ നോമ്പ്? അതാണ് ആശൂറയുടെ നോമ്പ്. അതിൻ്റെ പ്രത്യേകത എന്താ? അത് നബി ചെയ്തു. ആ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോറ്റിട്ടുണ്ട്, പിന്നെയോ സഹാബത്ത് നോറ്റിട്ടുണ്ട്. നബി അത് നോൽക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. ഇല്ലേ? മുഹറം 10 ആശൂറയുടെ നോമ്പ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കാണിച്ചു തന്നു, കൽപ്പിച്ച് അവിടുത്തെ വാക്കാലുള്ള ഒരു സുന്നത്തായും അത് പഠിപ്പിച്ചു തന്നു. അതേ സന്ദർഭത്തിൽ
മുഹറം മുഴുവൻ ദിവസങ്ങളിൽ നോമ്പുണ്ട് എന്ന കാര്യം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വാക്കുകൊണ്ട് അറിയിച്ചിട്ടുണ്ട്, അവിടുന്ന് ചെയ്ത് കാണിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം മുഴുവൻ നോമ്പെടുത്തത് സ്ഥിരപ്പെട്ടിട്ടില്ല, അങ്ങനെ ഇല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു റമളാൻ ഒഴിച്ചാൽ പിന്നെ അധിക മാസങ്ങൾ നോമ്പെടുത്തത് കാണുന്നത് ശഅബാനിലാണ്. അത് നബിയുടെ പ്രവർത്തനം കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ മുഹറത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായും നോമ്പെടുത്ത് കാണിച്ച അവിടുത്തെ ഫിഅല് സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ അവിടുത്തെ ഖൗല്, വാക്കാൽ സ്ഥിരപ്പെട്ട സുന്നത്താണ് മുഹറം മുഴുവൻ. അത് റസൂൽ തൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സ്ഥിരപ്പെട്ടത് മുഹറം 10 നോമ്പാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സന്ദർഭത്തിൽ പറഞ്ഞു, ഞാൻ അടുത്ത വർഷം ജീവിക്കുന്നുവെങ്കിൽ മുഹറം 9 നോമ്പെടുക്കുന്നു പറഞ്ഞു. അടുത്ത വർഷം ജീവിക്കുകയാണെങ്കിൽ മുഹറം 9 നോമ്പെടുക്കും എന്ന് പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചു തന്നിട്ടില്ല. കാരണം അടുത്ത വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത് ദുൽഹിജ്ജ 10 ദുൽഹിജ്ജ 11 റബീഉൽ അവ്വലിൽ അവിടുന്ന് വഫാത്തായി. ദുൽഹിജ്ജ 11 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. ദുൽഹിജ്ജ 11 മുഹറത്തിൽ. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് അവിടുന്ന് വഫാത്തായി. പിന്നെ അടുത്തത് വരുന്നത് പിന്നെ ഹിജറ 12 ഹിജറ 12 പിന്നീട് വരുന്നത്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9 നോമ്പെടുക്കും. അവിടെ നമ്മൾ അറിയേണ്ട ചില മസ്അലകൾ മാത്രം പറയുന്നു. ഒന്ന് നമ്മൾ പറഞ്ഞു, ഒരാൾക്ക് വേണമെങ്കിൽ മുഹറം മുഴുവൻ ദിവസവും നോമ്പെടുക്കാം, അത് അനുവദനീയമാണ്, അത് അയാൾക്ക് പ്രതിഫലാർഹമായ കാര്യമാണ്. രണ്ടാമത്തെ മുഹറത്തിൻ്റെ നോമ്പിൻ്റെ രണ്ടാമത്തെ ഒരു സ്റ്റേജ്, അയാൾ മുഹറത്തിൻ്റെ 9, 10, 11 ദിവസങ്ങളിൽ നോമ്പെടുക്കലാണ്. മുഹറം 9, 10, 11 ദിവസങ്ങൾ നോമ്പെടുക്കലാണ്. കാരണം ചില റിപ്പോർട്ടുകളിലുണ്ട് മുഹറം 10നോടൊപ്പം അതിൻ്റെ ശേഷമോ അതിന് മുമ്പോ നിങ്ങൾ നോമ്പെടുക്കുക, അതിനെ ഒറ്റക്കാക്കാതിരിക്കുക എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഒരു രൂപം, ഒരാൾ മുഹറത്തിൻ്റെ 9, 10 നോമ്പെടുക്കലാണ്. ഒന്നാമത്തെ രൂപം നമ്മൾ പറഞ്ഞു മുഹറം മുഴുവൻ, അപ്പോൾ അതിൽ 9, 10, 11 പെട്ടു. രണ്ടാമത്തെ രൂപം, അയാൾ മുഹറത്തിൻ്റെ 9, 10, 11 ദിവസങ്ങളിൽ നോമ്പെടുക്കലാണ്. അതെന്തിനാണ്? മാസം കണ്ടതിൽ വല്ല ഏറ്റവ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ മുഹറം 10 ശരിക്കും കിട്ടാൻ. ചിലപ്പോൾ മാസം അന്ന് ആരും നോക്കിയില്ല എന്ന് കൂട്ടുക, നോക്കിയിട്ടില്ലെങ്കിലും അന്നും മുഹറമുമുണ്ട്, മുഹറത്തിൻ്റെ ഇബാദത്തുമുണ്ട്. ആ മാസം നോക്കിയിട്ടില്ലെങ്കിൽ അന്ന് ചിലപ്പോൾ ഞാനൊരു സാധ്യത വെച്ചിട്ടാവും മുഹറം 1 കണക്ക് കൂട്ടുക. അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് ആ സാധ്യത തെറ്റാണെങ്കിൽ പോലും മുഹറം 10 ശരിക്കും ലഭിക്കാൻ ഒരാൾ മുഹറം 9, 10, 11 ഒരാൾ നോമ്പെടുക്കുക എന്ന് പറഞ്ഞു. അല്ല രണ്ടാമത്തെ സ്റ്റേജ്. മൂന്നാമത്തത്, അയാൾ മുഹറം 9, 10 ആ 2 ദിവസത്തിലേക്ക് നോമ്പിനെ ചുരുക്കുക. അതാണ് സാധാരണ അധിക ആളുകളും ചെയ്യാറുള്ളത്. മുഹറം 9, 10 നോമ്പെടുക്കും. താസുആയിൻ്റെ നോമ്പും ആശുറായിൻ്റെ നോമ്പും. നാലാമത്തെ ഒരു രൂപം, മുഹറത്തിൻ്റെ 10ാമത്തെ ദിവസം മാത്രം നോമ്പെടുക്കുക. അതും അനുവദനീയമാണ്. അതേസമയം മുഹറം 9 മാത്രം നോമ്പെടുക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ല, അനുവദനീയമാണ്, നിരുത്സാഹപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മുഹറം 9 മാത്രം നോമ്പെടുക്കൽ അത് അനുവദനീയമാണ്. കാരണം എന്താ? മൊത്തം മുഹറം എപ്പോഴും നോമ്പ് സുന്നത്താണല്ലോ, അപ്പോൾ അത് 9നും സുന്നത്തല്ലാതിരിക്കൂല. പക്ഷേ ഒരാൾ ഈ 3 ദിവസത്തിൽ ഈ 9 മാത്രം സെലക്ട് ചെയ്യുക, അതിനെ പ്രത്യേകം ലക്ഷ്യമാക്കുക എന്നത് നിരുത്സാഹപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ല. അതാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ മുഹറത്തിൻ്റെ നോമ്പിനെക്കുറിച്ച് നമ്മൾ അവസാനം പറഞ്ഞ കാര്യം, അതിൽ 4 സ്റ്റേജുകളാണുള്ളത്. ഒന്ന് മുഹറം മുഴുവൻ നോമ്പെടുക്കുക, രണ്ടാമത്തത് 9, 10, 11 ദിവസങ്ങളിൽ നോമ്പെടുക്കുക, മൂന്നാമത്തത് 9, 10 ദിവസങ്ങളിൽ നോമ്പെടുക്കുക, നാലാമത്തത് 10ാമത്തെ ദിവസം മാത്രം നോമ്പെടുക്കുക. 9ാമത്തെ ദിവസം മാത്രം നോമ്പെടുക്കുക എന്നത് നിഷിദ്ധമാണ് എന്നല്ല, പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരാൾക്ക് പറയാനും എനിക്ക് 10 കഴിയൂല, എനിക്ക് 10ാമത്തെ ദിവസം നോമ്പെടുക്കാൻ കഴിയൂല എന്നാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ 9നെ ശ്രദ്ധിക്കുന്നത് കൊണ്ടോ, അപ്പോൾ അയാൾ 9നെ ശ്രദ്ധിക്കുന്നതും 8നെ ശ്രദ്ധിക്കുന്നതൊക്കെ ഒരേപോലെയാവും. മുഹറം 9നെ ശ്രദ്ധിക്കുന്നതും മുഹറം ആ 9 അല്ലാത്ത മറ്റൊരു ദിവസത്തിൽ ആ നോമ്പിനെ ശ്രദ്ധിക്കുന്നതുമൊക്കെ സമാസമമാണ്. കാരണം മുഹറം 9നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പായി നിശ്ചയിച്ചത് മുഹറം 9നുള്ള ഒരു പ്രത്യേകത കാരണമല്ല, 10നോട് ചേരുക, 10നെ ഒറ്റപ്പെടുത്താതിരിക്കുക എന്ന കാരണത്തിനാണ്. മുഹറം 10ൻ്റെ നോമ്പിനെ ഒറ്റപ്പെടുത്താതിരിക്കുക. അപ്പോൾ അത് ഒറ്റപ്പെടുത്താതിരിക്കൽ എങ്ങനെ? ഒന്നുകിൽ 9ാം തീയതി നോമ്പെടുക്കുക, അല്ലെങ്കിൽ മുഹറം 10ൻ്റെ കൂടെ 11ാം തീയതി നോമ്പെടുക്കുക. അപ്പോഴൊന്നും ഒറ്റപ്പെടലില്ലല്ലോ. അപ്പോൾ അതിൽ
ഇനി ഒറ്റപ്പെടുത്തി കുഴപ്പമില്ല, മുഹറം 10 നോമ്പെടുക്കുക, കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം മുതലേ ശീലിച്ചിട്ടുണ്ട്. മദീനയിൽ വന്ന അന്ന് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10 മാത്രമാണ് നോമ്പെടുത്തത്. അപ്പോൾ അങ്ങനെ അത് സ്ഥിരപ്പെട്ടു. അതേസമയം മുഹറം 9 മാത്രം പ്രത്യേകം ലക്ഷ്യമാക്കുക എന്ന ഒരു കാര്യം ഇസ്ലാമിലില്ല, അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അതിനെ സംബന്ധിച്ച് സംസാരിച്ച പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. വല്ലാഹു അലം. അതുകൊണ്ട് നമ്മൾ ഈ മാസത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ പവിത്രത, മഹത്വം, സ്ഥാനം, അതിലുള്ള ഇബാദത്തുകൾ അറിഞ്ഞും അറിയിച്ചും ജീവിക്കുക. അള്ളാഹു അത്തരം മുഅ്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് യഥാസമയം ഓർമ്മ വരുന്ന അതനുസരിച്ച് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകപ്പെട്ട മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.